ഇപ്പോഴും പോലീസ് നേരത്തെ സൂചിപ്പിച്ചത് രൂപത്തിലുള്ള പരാതിയിൽ തന്നെയാണ് കേസ് അന്വേഷണം നടത്തുന്നത്. ആ പരാതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ എന്ന വിളിച്ച് ഈ കളി നടക്കുന്ന സ്ഥലത്തേക്ക് വരികയായിരുന്നു. അപ്പോഴുണ്ടായ പ്രകോപനത്തിൽ ആൾക്കൂട്ടം മർദ്ദിച്ചു എന്ന രൂപത്തിൽ തന്നെയാണ് പോലീസിന്റെയും. ഒരു സെക്കൻഡ്, രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എന്നോടൊപ്പം ടെലിഫോണായി. രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ സംഭവത്തെ എങ്ങനെയാണ് കാണുന്നത്? CPIM-ന്റെ അവിടുത്തെ ജില്ലാ നേതൃത്വം പറയുന്നത് ഈ പാകിസ്ഥാൻ മുദ്രാവാക്യമൊക്കെ കഥയാണ്, സംഘപരിവാർ ഉണ്ടാക്കുന്ന കഥയാണെന്നാണ്. അതേസമയം പരമേശ്വര പറയുന്നത് ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുണ്ടായ പ്രകോപനമാണെന്നാണ്. ഫോൺ കട്ടായി വരാതെ. ശരി, തുടരൂ ഷഫീഖ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന നമുക്ക് ഈ ഗ്രൗണ്ട് കാണാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ ട്രാക്ക് ഉള്ളത്. ഈ റെയിൽവേ ട്രാക്കിൽ നിന്ന് ഒരു പക്ഷേ ഈ ഗ്രൗണ്ടിലേക്ക് അഷ്റഫ് ഇറങ്ങിയിട്ടുണ്ടാവാം. അവിടെ നിന്നാണ് ഈ ക്രിക്കറ്റ് കളി മത്സരം നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഒരു പക്ഷേ അത് കാണാൻ അവിടെ എത്തിയ അഷ്റഫിനെ സംഘം ചേർന്ന് മർദ്ദിച്ചു. അതിൽ ആദ്യം സച്ചിൻ എന്ന് പറയുന്ന ഈ പ്രദേശത്തെ ഒരു സംഘപരിവാർ പ്രവർത്തകരും ഈ മത്സരത്തിൻ്റെ മുഖ്യ സംഘാടകനും ഈ അഷ്റഫിനെ ചോദ്യം ചെയ്യുകയും അഷ്റഫിനെ മർദ്ദിക്കുകയും ചെയ്തു. ഈ സച്ചിനാണ് ആദ്യമായിട്ട് പാകിസ്ഥാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ, അവിടെ എന്ത് സംഭവിച്ചു എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? എനിക്ക് ഈ സംഭവത്തെ കുറിച്ച് യാതൊരു വിവരവുമില്ല. കാരണം ഞാനിന്ന് രാവിലെ യാത്ര ആരംഭിച്ചതാണ്. എന്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. പത്രം പോലും വായിക്കാൻ കഴിഞ്ഞിട്ടില്ല, ചാനലുകളൊന്നും കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ വാർത്തയുടെ നിജസ്ഥിതിയെ കുറിച്ച് എനിക്ക് യാതൊരു വിവരവുമില്ല. പറയുമ്പോഴാണ് ഞാൻ ഓക്കെ. ഈ കർണാടകയിൽ പ്രത്യേകിച്ച് ഈ മേഖലയിൽ വലിയ തോതിലുള്ള ഹിന്ദുത്വ ആക്രമണങ്ങളുടെ, പ്രകോപനങ്ങളുടെ ഒരു കേന്ദ്രമായി മാറിയിട്ടുണ്ട്. പ്രോപ്പർ നടപടികളൊന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല എന്നുള്ള വിമർശനം CPM ഒക്കെ പങ്കുവയ്ക്കുകയാണ് ഇപ്പോ. CPM-ന്റെ ജോലി കോൺഗ്രസ് ഗവൺമെന്റ് എവിടെയൊക്കെ ഭരിക്കുന്നുണ്ടോ പിന്നെ ആ ഗവൺമെന്റുകളെ വിമർശിച്ചിട്ടുള്ളതാണ്. അവരൊരിക്കലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതിക്രമങ്ങൾ കണ്ടെന്ന് പോലും ഭാവിക്കുന്നില്ല. അതുകൊണ്ട് കർണാടകത്തിൽ ഏതെങ്കിലും എന്തെങ്കിലും അതിക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ പ്രതികളെ മുഴുവൻ കസ്റ്റഡി എടുക്കാൻ അവിടെ ഒരു ഗവൺമെന്റുണ്ട്. ആ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കും. അതിന് യാതൊരു തർക്കവുമില്ല. മനസ്സിലായോ? അപ്പോ സ്വന്തം ഒരു കാലിൽ മന്ത് വെച്ചിട്ട് രണ്ട് കാലിൽ മന്തുള്ളവനെ കുറ്റപ്പെടുത്തുന്ന പോലെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമീപനം. കേരളത്തിൽ ഓരോ ദിവസവും നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ, അതുപോലെ തന്നെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ, ഇതൊക്കെ എന്ത് നടപടിയാണ് ഈ ഗവൺമെന്റ് എടുക്കുന്നത്? അപ്പൊ ഈ ഗവൺമെന്റ് എന്ത് പിന്നെ കർണാടക ഗവൺമെന്റ് ഉള്ളത്? ശരി, താങ്ക് യു. രാജ്മോഹൻ ഉണ്ണിത്താൻ, താങ്കൾക്ക് കവറേജ് ഇഷ്യൂ ക്ലിയർ ആവുന്നില്ല ഞാൻ കേൾക്കുന്നത്. അല്ല, ഈ ഷഫീഖ്, പോലീസ് ഇപ്പോഴും ഇതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ പ്രകോപനത്തിന്റെ കാരണം ഇയാളെ മുദ്രാവാക്യം വിളിച്ചതാണെന്നാണ്. നിലവിൽ പോലീസിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചത് തന്നെയാണ് ഈ ആളുകളെ പ്രകോപിതരാക്കിയത്. അങ്ങനെയാണ് ഈ ആൾക്കൂട്ട ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നത് തന്നെയാണ് പോലീസ് ഇപ്പോഴും സൂചിപ്പിക്കുന്നത്. ആൾക്കൂട്ട ആക്രമണം നടക്കുന്നതിന് കാരണമായി സൂചിപ്പിക്കുന്നത് ഈ പാകിസ്ഥാൻ അനുകൂലമായ മുദ്രാവാക്യം അഷ്റഫ് വിളിച്ചു എന്ന് തന്നെയാണ്. പക്ഷേ അഷ്റഫ് പാകിസ്ഥാൻ അനുകൂലമായ മുദ്രാവാക്യം വിളിച്ചു എന്ന് സച്ചിനാണ് ായിരുന്ന മറ്റുള്ളവരെ വിവരം അറിയിക്കുകയും അവർ വന്ന് ഈ പറയുന്ന രൂപത്തിൽ ഒരു വലിയ അക്രമം നടത്തുകയും ചെയ്തത്. 3 മണിക്കാണ് ഈ സംഭവം നടന്നതെങ്കിൽ പിന്നീട് 5:30 മണിവരെയും ഈ സംഭവത്തിൽ അഷ്റഫ് അവിടെ തന്നെ മർദ്ദനമേറ്റ് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വലിയ ആൾക്കൂട്ടം ഉണ്ടായിട്ട് പോലും ആരും ആശുപത്രിയിൽ എത്തിക്കാനോ മറ്റ് ശുശ്രൂഷകൾ നൽകുന്നതിനോ തയ്യാറായില്ല. വലിയ രൂപത്തിലുള്ള മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാവുന്നത്.